Hello dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജനുവരി 29 ഷിഫ്റ്റ് 1 ആണ്. ഓക്കെ, അപ്പം അതിലെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഷിഫ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ ഇതിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഒരുപാട് കൺസെപ്റ്റും നമ്മുടെ NCERTക്ക് പുറമെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന കൺസെപ്റ്റുകളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് അധികം വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കാരണം വെരി ലെങ്തി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് കിട്ടുന്നില്ല എങ്കിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യുക, സൊല്യൂഷൻ നോക്കുക കേട്ടോ. എന്തായാലും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിലൂടെയും പോകണം. എല്ലാം വളരെ പ്രധാനപ്പെട്ടതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മൾ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്ത് പഠിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വർഷത്തെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മളതിൽ ഉൾപ്പെടുത്തി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കും പോവാം. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആസ് യൂഷ്വൽ ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, അതിലെന്തൊക്കെ കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് പറയും. ആ ഹിൻറ്റ് കിട്ടുന്നതോടുകൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, നോക്കടാ. ദി ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 മീറ്റ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 അറ്റ് ദി പോയിന്റ്സ് എ ആൻഡ് ബി. ഇഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി and passing through the midpoint of the chord AB intersect is the circle at C and D. Then the area of the quadrilateral ABCD ABCD അല്ല, ശ്രദ്ധിക്കണം, ADBC is equal to. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതെവിടെ നിന്നാണ് വന്നത് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സർക്കിൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെയും കൂടെ ഒരു ആപ്ലിക്കേഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ, അപ്പോൾ നമ്മളൊരു സർക്കിള്, ഇതൊരു സ്റ്റാൻഡേർഡ് സർക്കിളാണ്, സെൻറ്റർ അറ്റ് ഒറിജിൻ റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിള് വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ എങ്ങനെയായിരിക്കും വരയ്ക്കുക എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു ഇൻ്റർസെപ്റ്റ് ഫോമായിട്ട് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ എക്സിന് 0 കൊടുത്താൽ വൈ കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ആ പോയിന്റുകൾ മാർക്ക് ചെയ്ത് അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കിളിലെ 2 പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ്സുകളാണ് എയും ബിയും. ഓക്കെ, അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അത് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണല്ലോ എയും ബിയും. ആ എ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ കോഡാണ്. ആ കോഡിന് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന ഒരു ലൈൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി പാസിംഗ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി കോഡ് എ ബി. ഓക്കെ, ആ എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇൻ്റർസെക്ട്സ് ദി സർക്കിൾ അറ്റ് 2 പോയിന്റ്സ് വിച്ച് ആർ സി ആൻഡ് ഡി. ആ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കിളിനെ വീണ്ടും 2 പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നു. അതൊന്ന് സിയും ഒന്ന് ഡിയും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പോയിന്റ്സുകളായി എയും ബിയും ഡിയും സിയും. ഓക്കെ, അല്ലെങ്കിൽ എയും ഡിയും ബിയും സിയും ഇൻ ദാറ്റ് ഓർഡർ. ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് കിട്ടുക. ഒന്നെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കോർഡിലേറ്ററൽ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ കോർഡിലേറ്ററിൻ്റെ ഏരിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ്, നമ്മളതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ സമയം എടുത്തിട്ടാണ് പറയാം. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവേണ്ട രീതിയിലായിരിക്കും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു ബിലോ ആവറേജ് ലെവലിൽ ഉള്ള കുട്ടിക്ക് പോലും മനസ്സിലാക്കി ഇനി പഠിക്കുന്നതിലൊരു ഇൻട്രസ്റ്റ് വരുത്തി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിലാവുന്ന രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടുപോകേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 2x-ലോ 1.x-ലൊക്കെ കണ്ട് എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അല്ലാത്ത സമയത്ത് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അതിൻ്റെ സൊല്യൂഷൻസ് എഴുതിയിട്ടാണ് പോവുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡയഗ്രാം ആദ്യം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതൊരു ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനിലാണ് അല്ലേ. അപ്പോൾ ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, എടാ ഈ സർക്കിളിൻ്റെ റേഡിയസ് ഇത് ഞാൻ കുറച്ചൊന്ന് വലുതാക്കാം. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? സർക്കിളിൻ്റെ റേഡിയസ് 2 ആണ്. അപ്പോൾ ഈ പോയിൻ്റ് 2 ആണ്, ഈ പോയിൻറ്റും 2 ആണ്. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ നടുക്ക് 1 ഉണ്ടാവും,
ഇവിടെ നിന്ന് എടുക്ക് 1 ഉണ്ടാവും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലൂടെ ആയിരിക്കും ഇവിടെ പാസ് ചെയ്യുക? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 പാസസ് ത്രൂ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ ലൈനാണ് എന്ത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഞാനിവിടെ ഇത് എഴുതാണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? 1 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിളിനെ 2 പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റാണ് ഒന്ന് എ, മറ്റൊരു പോയിന്റ് എന്താണ്? ബി ആണ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് എ ആണ്, മറ്റൊരു പോയിന്റ് ബി ആണ്. ഇനി മറ്റൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എ ബി എന്ന് പറയുന്ന കോഡിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കണം. എ ബി എന്ന് പറയുന്ന കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിനെ ബൈസെക്ട് ചെയ്യണമെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യണം, അല്ലേ? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ലൈൻ കിട്ടുക. ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷെ നമുക്കിത് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദിസ് ലൈൻ ഈസ് നത്തിങ് ബട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദിസ് ലൈൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഈ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നോക്കൂ, കോഡിന് പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല ഇത് 2 പോയിന്റിലും മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സി ആണ്, മറ്റൊന്ന് ഡി ആണ്. അപ്പം ഞാനിതിനെ എങ്ങനെ എടുക്കുന്നു? നമുക്ക് വേണ്ടത് എ ഡി ബി സി ആണ്, അല്ലേ? ഈ പോയിന്റ് ഞാൻ ഡി ആണെന്നും ഈ പോയിന്റ് സി ആണെന്നും എടുത്തു. നമുക്ക് എന്തായി? എ ഡി ബി സി എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എ ഡി ബി സി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഈ എ ഡി ബി സി എന്ന് പറയുന്ന സർക്കിളിൻ്റെ കോർഡിലേറ്ററിൻ്റെ എന്താണ് വേണ്ടത്? ഇതാ, ഞാനിതിങ്ങനെ ഒന്ന് റഫായിട്ടൊന്ന് ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനൊരു കോർഡിലേറ്റർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ കോർഡിലേറ്റർ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പോൾ ഈ കോർഡിലേറ്ററിൻ്റെ എന്താ കണ്ടുപിടിക്കുന്നത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം റഫായിട്ടെങ്കിലും ഒരു ജോമെട്രിക് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. പിന്നെ നിങ്ങളുടെ സോൾവിങ് സ്കിൽ അനുസരിച്ചിട്ടാണ് ഇത് എത്ര സമയം കൊണ്ട് തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞ് നോക്കടാ. ഈ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് സർക്കിളിന് 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ സിയും ഡിയും. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. ആ സർക്കിളിൻ്റെ ഇക്വേഷനും വൈ ഈക്വൽ ടു എക്സും തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വാല്യൂസ് കിട്ടും. അതായത് 2 എക്സ് വാല്യൂസ് കിട്ടും. അത് കറസ്പോണ്ടിങ് ആയിട്ട് 2 വൈ വാല്യൂസും കിട്ടും. ആ 2 എക്സ് വാല്യൂ വൈ വാല്യൂവിനെ നമുക്ക് ഓർഡേഡ് പേരുകളാക്കി എഴുതി കഴിഞ്ഞാൽ സിയും ഡിയും നമുക്ക് കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കോർഡിലേറ്ററിൻ്റെ 2 വെർട്ടീസസ് നമുക്ക് കിട്ടി. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതാ ഈ ഒരു ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈന് സർക്കിളിന് 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട്, എയിലും ബിയിലും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1ഉം സർക്കിളിൻ്റെ ഇക്വേഷനായിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ഉം തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും അതേപോലെ 2 ഓർഡേഡ് പേരുകൾ കിട്ടും. മനസ്സിലായല്ലോ? ഇതിൻ്റെ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സൈൻ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് നമ്മളൊരു സിമ്പിൾ ലോജിക്ക് വെച്ച് നമുക്കത് എവിടെയാണ് ആ പോയിന്റ് ഏകദേശം വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് എ ഡി ബി സി കിട്ടിക്കഴിഞ്ഞാൽ കോർഡിലേറ്ററിൻ്റെ എല്ലാ വെർട്ടീസസുമായി ആ കോർഡിലേറ്ററിൻ്റെ വെർട്ടീസസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കോർഡിലേറ്ററിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മെത്തേഡ്സ് ഉണ്ട്. വൺ ഓഫ് ദ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യണം. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് സർക്കിളിലെ 2 ഈക്വൽ സെമി സർക്കിളായിട്ട് ഇത് കട്ട് ചെയ്യുന്നുള്ളതിൻ്റെ അർത്ഥം. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കോർഡിലേറ്ററിൻ്റെ ഈ ഭാഗം ഒരു ട്രയാങ്കിളാണ്, ഈ ഭാഗം ഒരു ട്രയാങ്കിളാണ്. സോ ബൈ സിമെട്രി 2 ട്രയാങ്കിൾ നിന്നുണ്ട് സെയിം ഏരിയ ആയിരിക്കും ഉണ്ടാകുക. അതിനർത്ഥം എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സ് പോലും വേണമെന്നില്ല, ഈ 3 വെർട്ടെക്സും മതി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും മറ്റേ വെർട്ടെക്സും കൂടെ കിട്ടും അതിൻ്റെ കൂടെ. ഓക്കെ, എനിവേ ഈ 3 വെർട്ടീസസ് നമുക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 വെർട്ടീസസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് 1 സച്ച് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദി ഏരിയ ഓഫ് ദി കംപ്ലീറ്റ് കോർഡിലേറ്ററൽ. ഓക്കെ, കാരണം ഇത് സിമെട്രിയാണ്. ആ സമയത്ത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സിമെട്രി അല്ല. ശ്രദ്ധിക്കണം, ഈ ഭാഗത്തിൻ്റെ ഏരിയയും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇത് ഡയഗണലൊക്കെ തന്നെയാണ്, പക്ഷേ കോർഡിലേറ്ററിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യില്ല, അതിനെ ഈക്വൽ ഏരിയ ആയിട്ട് ബൈസെക്ട് ചെയ്യില്ല. ഓക്കെ, അതൊരു പെർട്ടിക്കുലർ കേസ് സ്ക്വയറൊക്കെ പോലത്തെ ആണെങ്കിൽ ഓക്കെ, അല്ലാത്ത കേസിലില്ല. ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോർഡിലേറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? ആ കോർഡിലേറ്ററിനെ 2 ഈക്വൽ ഏരിയ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ബൈ സിമെട്രി നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹിൻ്റ് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങളുടെ സോൾവിങ്
മെത്തഡ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്പീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനത് ഒന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് അപ്പോൾ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഉണ്ട്, അതുപോലെ വൈ ഇസ് ഈക്വൽ ടു എക്സ് ഉണ്ട്. ഞാനിത് സോൾവ് ചെയ്യണം. ഐ ഹാവ് ടു സോൾവ് ദീസ് ടു ഇക്വേഷൻസ്. എങ്ങനെ സോൾവ് ചെയ്യുക? വി സബ്സ്റ്റിറ്റ്യൂട്ട് വൈ ഈക്വൽ ടു എക്സ് ഇൻ ദി സർക്കിൾ. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇതിൽ നമുക്ക് എക്സ് കിട്ടിയില്ലടാ. 2x സ്ക്വയർ 4, എക്സ് സ്ക്വയർ 2, എക്സ് ഈക്വൽ ടു ഒന്നുകിൽ നമുക്ക് √2 എന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് -√2 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് √2 ആണെങ്കിൽ തീർച്ചയായിട്ടും വൈ എന്താണ്, √2 ആണ് അല്ലേ. എക്സ് -√2 ആണ്, വൈ എന്താണ്, -√2 ആണ്, ബിക്കോസ് വൈ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം √2 എന്ന് പറയും. നമ്മൾ ഏത് ലൈനൊക്കെയാണ് സോൾവ് ചെയ്തത്? നമ്മൾ സോൾവ് ചെയ്ത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ലൈനും സർക്കിളുമാണ്. അപ്പോൾ ആ സർക്കിളും ആ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന പോയിന്റ് നമുക്ക് √2 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിന്റ് ആണ് അല്ലേ, √2. പിന്നെ എക്സ് നെഗറ്റീവും വൈ നെഗറ്റീവ് ആവുന്നത് ഇവിടെയാണ് വരിക, അതായത് സി എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. സിയിൽ നമുക്ക് കിട്ടുക -√2, -√2 തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? സിയും കിട്ടി, ഡിയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മൾ എഴുതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതി. ആൻഡ് വി ഹാവ് ദി ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 അല്ലേ. x plus y is equal to 1 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. Now we are supposed to solve these two equations. And how do we solve it? From the second equation, x plus y is equal to 1, we can find a y. Y is equal to 1 minus x. That you can substitute in the circle. So we get x square plus y means 1 minus x. Then we have a whole square that is equal to 4. Now x square plus, see 1 minus x whole square can be expanded using a minus b whole square. So we get a square minus 2ab plus b square, that is equal to 4. Now we have a 2x square, then we have a minus 2x, and നമ്മൾ ആ 4 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ -3, and that is equal to 0. And if I factorize this, I'll get x coordinate again. I'll get 2 coordinates, and correspondingly we can find out y as well. Okay, അപ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നോക്കാം, പ്രൊഡക്റ്റ് -6ഉം സമ്മ് എത്രയാണ്, -2 ആണ് അല്ലേ. പ്രൊഡക്റ്റ് -6ഉം സമ്മ് -2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റൂടാ, കറക്റ്റല്ലേ ചെയ്തിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ അല്ലേ, 2x സ്ക്വയർ എന്നല്ലേ, യെസ്, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ പാടാണ്. എങ്ങനെ ഈ ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല ഹിയർ. സോ വി ഫൈൻഡ് ഔട്ട് എക്സ് ഈക്വൽ ടു -b പ്ലസ് -√(b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 -4ac എന്ന് പറയുമ്പോഴത്തേക്കും 24 കിട്ടും അല്ലേ, ഡിവൈഡ് ബൈ 2 എന്നുണ്ടാവും. സോ എക്സ് ഈക്വൽ ടു ഇവിടെ 24 + 4 28 ആണ്. അതൊക്കെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 28 നമുക്ക് 4 × 7 എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഒന്നുകിൽ 1 + √7/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ /2 അല്ലേ, അപ്പോൾ 2 × 2 ഉണ്ടാവും അല്ലേ. സോ /2 കിട്ടും, അല്ലെങ്കിൽ 1 - √7/2 കിട്ടും. ഓക്കെ, ഇതാണ് എക്സ് കോർഡിനേറ്റ്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈയും കിട്ടും. തൽക്കാലം നമ്മൾ ഈ 1 - √7/2 എന്ന് പറഞ്ഞാൽ എക്സ് നെഗറ്റീവ് ആണ്. അത് വന്നിട്ട് സെക്കൻഡ് ക്വാർട്ടറിലേക്ക് പോകും. സെക്കൻഡ് ക്വാർട്ടറിൽ എ ആണ് നമുക്ക് കിട്ടുക അല്ലേ, എക്സ്. കാരണം എക്സ് 1 + √7/2 എന്തായാലും ബി ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് 1 - √7/2 ആയിരിക്കും, കാരണം അത് നെഗറ്റീവാണ്. 1 നിന്ന് √7 കുറച്ച് നെഗറ്റീവാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് കിട്ടിയാൽ മതി, ബി കിട്ടിയാൽ മതി. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ബി. സോ വെൻ എക്സ് ഈക്വൽ ടു 1 + √7/2, വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം 1 - x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1 + √7/2 എന്നുണ്ടാവും. And by solving we get 2 - 1 is 1, 1 - √7/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെ കോർഡിനേറ്റ് ഒന്ന് 1 + √7/2 എന്ന് കിട്ടി, ഒന്ന് 1 - √7/2 എന്ന് കിട്ടി. കണ്ടോ ബിയുടെ കോർഡിനേറ്റ് എന്നത് വൃത്തിയിൽ എഴുതാം. ഒന്ന് 1 + √7/2, ഒന്ന് 1 - √7/2. അപ്പോൾ നമുക്ക് ബിയുടെയും സിൻ്റെയും ഡിൻ്റെയും കോർഡിനേറ്റ്സുകൾ കൃത്യമായിട്ട് കിട്ടി. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഈസിലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയേ. ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സോ ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്റർ ഇസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാൻ പറ്റും? റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 2 ടൈംസ് എന്താ എഴുതേണ്ടത്? 2 ടൈംസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. 2 ടൈംസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏതാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്കിങ്ങനെ പറയാം അല്ലേ, DBC എന്ന് പറയാം, ശരിയല്ലേ? ട്രയാങ്കിൾ DBC.
സോ ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് x1 y1 1. അപ്പോൾ ഡിയിലെ കോർഡിനേറ്റ്സ് √2 ആണ്. √2 1. ഇനി ബിയിലെ കോർഡിനേറ്റ് നോക്കാം 1 പ്ലസ് √7/2 1 മൈനസ് √7/2. ഓക്കെ, 1 പ്ലസ് √7/2 1 മൈനസ് √7/2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1 മൈനസ് √7/2 പിന്നെ 1 തന്നെ. അതുപോലെ ലാസ്റ്റത്തെ കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നത് -√2 മൈനസ് √2 1 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. ആൻഡ് യു ക്യാൻ സോൾവ് ദിസ് ഡിറ്റർമിനൻറ്റ്. ആൻഡ് ഇഫ് യു സോൾവ് ദിസ് ഡിറ്റർമിനൻറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ദ ആൻസർ വിൽ ബി 2 ഇൻറ്റു √14. ഈ ഡിറ്റർമിനൻറ്റ് സാധാരണ പോലെ എക്സ്പാൻഡ് ചെയ്താൽ മതി. certain terms will cancel and we get finally you will get √14 plus √14. ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് √14 plus √14 ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ് 2√14. ഓക്കെ, ഈ √14 plus √14 എന്ന് പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും ഈ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ആയി പോകും. സോ 2√14 വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ 2 is the ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുക എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യലാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിലവാരം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ ഡയഗ്രാം ജോമെട്രിക്കൽ ഐഡിയ അത്യാവശ്യമാണ്, എന്നാലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലിയർ?